വ്യൂവേഴ്സ് അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് കുക്ക് ചെയ്യുന്നത്. വ്യത്യസ്തമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിന്റെ മുൻവശത്ത് നിന്നാണ്. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റൗ ഒക്കെ വാങ്ങിച്ചിട്ട് കുറേ ആയി. അപ്പൊ നമ്മൾ ഉപയോഗിക്കല് വളരെ കുറവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് നമുക്ക് പുറത്തുനിന്ന് ഒരു റെസിപ്പി ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു ഈവനിങ് സ്നാക്ക് എന്നുള്ള രീതിയിൽ പാസ്തയാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾ കളിക്കാനൊക്കെ പോയിണ്. അപ്പൊ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പാസ്ത ഉണ്ടാക്കണം. അപ്പൊ അതിന്റെ റെസിപ്പിയും കൂടെ കാണിക്കാം കേട്ടോ. അപ്പൊ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ലെഫ്റ്റ് ഓവർ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ പാസ്ത കാണിക്കുന്നത്. അപ്പൊ നമുക്ക് സവാളയ്ക്ക് ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നമ്മൾ ഈ ഒരു ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ഓൾറെഡി നമ്മൾ വേവിച്ചിട്ടുള്ളതാണ്. ആദ്യം നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഉപ്പും ചേർക്കുന്നുണ്ട്. ഈ ബട്ടറിൽ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഉമ്മ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഉമ്മ ഈവനിങ് വാക്കിലാണ്. ഉമ്മ നമ്മളൊരു ഹായ്. ഒരു ഹായ്. ഉമ്മ ഈവനിങ് വാക്കിലാണ്. ഇതിലേക്ക് കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ബാർബിക്യൂ സോസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് ബേസിലാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മള് പാസ്ത നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശരിതാ ബാർബിക്യൂ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിന്ന് ഗാർഡനിങ് ഒക്കെ ചെയ്യണം വിചാരിച്ചായിരുന്നു. അപ്പം കുറച്ച് ലേറ്റ് ആയി പോയി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ. അപ്പൊ ഇനി നെക്സ്റ്റ് ഡേ ഗാർഡനിങ്ങും കൂടെ ചെയ്തിട്ട് അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. നമുക്ക് പാസ്ത കഴിച്ചു നോക്കാം അല്ലേ. പൊരി
ഷെയ് വീട്ടിലില്ല കേട്ടോ. ഷെയ്ൻ്റെ വീട്ടിൽ പോയതാണ്. ഷെയ്ൻ്റെ മക്കൾ ഷെസിൻ്റെ കൂടെ ഫുട്ബോൾ ക്യാമ്പ് കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് രാത്രി 9 മണിക്ക് ഇവിടെ അടുത്തുള്ള ടർഫിൽ ഒരു മാച്ച് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഇന്ന് ക്യാമ്പ് കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ അവർക്ക് മേല് കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഫുഡൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാനും അസ്കറിക്കും പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് കേട്ടോ വൈകുന്നേരത്തെ ചായ കുടിക്കുന്നത്. അപ്പോഴാണ് പാസ്തയൊക്കെ കഴിച്ചത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പം ഞങ്ങളൊന്ന് കോഴിക്കോട് വരെ പോവാണ്. ഞാൻ ഗാർഡനിങ് കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് വേറൊരു തരത്തിലേക്കാണ് വീഡിയോ പോയത്. അപ്പം ഇന്ന് കോഴിക്കോട് പോയതുകൊണ്ട് പിന്നെ ഗാർഡനിങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ കാണിക്കാം. പിന്നെ നമ്മൾ കുറേ ആയല്ലോ ഇങ്ങനെ ഔട്ടിങ്ങിന്റെ വീഡിയോ ഒക്കെ നമ്മൾ പുറത്തൊക്കെ പോക്കുണ്ട്, എപ്പോഴും എന്ന് പറയുന്ന പോലെ തന്നെ പോക്കുണ്ട്. പക്ഷെ വീഡിയോസ് ഒന്നും അങ്ങനെ ഔട്ടിങ്ങിന്റെ ഒന്നും എടുക്കലില്ല. അപ്പൊ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ട് നിങ്ങൾക്ക് മടുത്തു എന്നൊക്കെ കുറെ പേര് കമന്റ് ചെയ്യണുണ്ടായിരുന്നു. അപ്പം ഇന്നെന്തായാലും ഞാൻ വിചാരിച്ചു KLF ഒക്കെ നടക്കുകയാണ് കോഴിക്കോട്. അപ്പം അസ്കർക്കാർക്ക് എന്തായാലും അവിടെ പോകണം. പിന്നെ നമ്മളുടെ ഒരു ചെറിയൊരു വില്ലയുടെ പണി അവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ആവശ്യത്തിനൊക്കെ കോഴിക്കോട് പോകണം. അപ്പം വിചാരിച്ച് അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കിനി കോഴിക്കോട് വിശേഷങ്ങളും കൂടെ കോഴിക്കോട് എത്തുമ്പോഴേക്കും നമുക്ക് മറ്റൊരു വിശേഷം കൂടെ കാണാം കേട്ടോ. ഞാൻ ഇവിടെ മങ്കട സ്കൂളിൽ അലമീൻ സ്കൂളിൽ ഒരു ക്രാഫ്റ്റ് എക്സ്പോ അതുപോലെ തന്നെ ഒരു സൂപ്പർ ഷെഫ് കോൺടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ജഡ്ജായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇവിടെ എക്സ്പോയിൽ കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ള ക്രാഫ്റ്റുകളാണ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത്. അവർ സ്കൂളിൽ നിന്നായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ക്രാഫ്റ്റുകളാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം ഞങ്ങളിങ്ങനെ ഒന്ന് കാണുകയാണ്. സ്കൂളിലത്തെ ക്രാഫ്റ്റ് ടീച്ചറാണത്. അപ്പോൾ ക്രാഫ്റ്റ് ടീച്ചർ നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അവിടെ നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കാനും അതുപോലെ തന്നെ അവരെ കാണാനൊക്കെ പറ്റി. അപ്പോൾ ഇവിടെ 2 കുട്ടികൾ സ്കൂൾ ലൈവായിട്ടപ്പോൾ വരച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ വീഡിയോസ് കാണുന്ന ചെറിയ മക്കളും അവരുടെ പാരൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരൊക്കെയാണ് ഈ ഒരു കുക്കിംഗ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുക്കിംഗ് കോമ്പറ്റീഷൻ്റെ ജഡ്ജ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം നല്ല ടേസ്റ്റുള്ള ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ കോമ്പറ്റീഷൻ അല്ലേ, അപ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻസിലൊക്കെയാണ് ഓരോരുത്തർക്കും പ്രൈസൊക്കെ മിസ്സായത്. ഈ ഒരു കുക്കിംഗ് കോമ്പറ്റീഷനിൽ കപ്പയാണ് അവർക്ക് ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കപ്പ വെച്ചിട്ട് എന്തും ചെയ്യുക, സ്പൈസി ആയിട്ടുള്ളതോ ഇല്ലെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ളതൊക്കെ റെഡിയാക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഇതാ ഇവിടെ ലൈവ് പോട്ട് മേക്കിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് വളരെ അന്യമായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവർ നമ്മളുടെ വീഡിയോസൊക്കെ കാണുന്ന ആളുകൾ തന്നെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ ഓരോ വിശേഷങ്ങളൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്.
അങ്ങനെ എല്ലാവരുടെയും റെസിപ്പീസൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇനി ഫൈനൽ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സൂപ്പർ ഷെഫ് കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ പാർട്ടിസിപ്പൻസിനെയും വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പം ഇത്രയൊക്കെയാണ് അലമീൻ സ്കൂളിൽ പോയപ്പോൾ ഉള്ള വിശേഷങ്ങൾ. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ അവിടെ കുട്ടികൾ വേറെയും കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഗോസ്റ്റ് ഹൗസ്, അതുപോലെ ഫുഡ് സ്റ്റാള്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ കൂടെ ഒരു സെൽഫി ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ ആ സെൽഫി എടുക്കുന്നത് അസ്കർ ഖാൻ്റെ കസിൻ്റെ വൈഫാണ് ഷമ്മ. അവസാനമായിട്ട് സൂപ്പർ ഷെഫ് കോൺടെസ്റ്റിലെ വിന്നറിനെയും കൂടെ അനൗൺസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിൽ പോന്നു കേട്ടോ. അപ്പോൾ ഇത് അവിടുത്തെ കുട്ടികളും ടീച്ചേഴ്സൊക്കെ ആയിട്ട് ഒരു ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. അപ്പം ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ നമ്മൾ കോഴിക്കോട് പോണ വഴിയിലാണല്ലേ ഈ ഒരു മങ്കട അലമീൻ സ്കൂളിലെ വിശേഷങ്ങൾ കണ്ടത്. ഷെയ്സിന് വിശക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എനിക്കും സ്കർക്കാരങ്ങൾക്ക് കരിമ്പ് ജ്യൂസ് അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കണം. അപ്പം രണ്ടും അടുത്തടുത്തുള്ള ഷോപ്പിൽ നിർത്തിയതാണ്. ഷെയ്സിന് പഴംപൊരിയല്ലേ? നല്ലതാ. ഷേസയാണ് ഇങ്ങനെ ഉപ്പിലിട്ടേൻ്റെയൊക്കെ മെയിൻ ആള്. ഷേസ ഇല്ല കേട്ടോ. ഷേസ അവിടെ ഉമ്മാക്ക് കൂട്ടിന് അവിടെ ഇരുന്നാണ്. പിന്നെ ഒഴിവ് ദിവസം ആയതുകൊണ്ട് കുറച്ചേരം ടി വി ഒക്കെ കാണാനുള്ള അതുകൊണ്ട് അങ്ങനെ അവള് പോന്നിട്ടില്ല. അപ്പോൾ ആദ്യം ഞങ്ങൾ KLFിലേക്കാണ് പോണത്. ഇത് നമ്മളെ ഫ്രണ്ട് ബാസിമാണ്. ഞങ്ങളൊരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. നല്ല വെയിലുള്ള സമയമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ബീച്ചിൻ്റെ ആ ഒരു സൈഡിലേക്കൊന്നും പോകാനൊന്നും തോന്നുന്നില്ല. ഷെയ്സും പറയുന്നുണ്ട് ബീച്ചിൻ്റെ അവിടെ പോയിട്ട് കളിക്കാമെന്നൊക്കെ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവരെ പറഞ്ഞിങ്ങനെ സമാധാനപ്പെടുത്തി നിർത്തിയതാണ്, വൈകുന്നേരം പോവാന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ KLFിൽ ഒരുപാട് സെലിബ്രിറ്റീസ് വരാറുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ പോയ ദിവസം അന്ന് ആക്ടർ പ്രേംകുമാർ ഉണ്ടല്ലോ, അവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷെഫ് പില്ല ഉണ്ടായിരുന്നു. പിന്നെ കമൽഹാസൻ സാറ് വരുന്ന ദിവസമായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ ഷെഫ് പില്ലനെ നമുക്കന്ന് കാണാൻ പറ്റി. ഓരോ സ്റ്റേജിലും ഓരോ ടോക്കൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളെല്ലാം ഒന്നും കാണാനൊന്നും നിന്നിട്ടില്ല. കുറച്ചൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കേട്ടൊക്കെ നിന്നു. പിന്നെ 4 മണിയൊക്കെ ആയപ്പോൾ മെല്ലെ ഇങ്ങനെ ബീച്ചിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി നോക്കുകയാണ്. മാനേജറോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രായം ഒരു 30-35 വയസ്സ്. അങ്ങനെ നമ്മൾ KLF മെല്ലെ അങ്ങനെ ഇറങ്ങി.
ഇനി നമുക്ക് നമ്മളുടെ വില്ലൻ്റെ അവിടെ പോകാനുണ്ട്. അതുപോലെ തന്നെ ഒന്ന് ചായയൊക്കെ ഒന്ന് കുടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് എൻ്റെ ബ്രദറും ഫാമിലിയൊക്കെ ഉണ്ടല്ലോ കോഴിക്കോട്, അപ്പോൾ അവരെ ഒന്ന് വിളിച്ചിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് മീറ്റ് ചെയ്തിട്ട് അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പിരിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ നമ്മളുടെ വില്ലന്റെ അവിടെ പോവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇതൊക്കെ പിന്നെ നമുക്ക് കുറച്ച് ചെടീന്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. നോക്കട്ടെ, കടകളൊന്നും അടച്ചിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കണം വിചാരിക്കുന്നുണ്ട്. ഞാൻ വില്ലന്റെ അവിടെ പോകുന്നത് കാണിക്കണില്ല, കാരണം അധികം വർക്കൊന്നും നടന്നിട്ടില്ല. ഫ്ലോറിങ് കഴിഞ്ഞിട്ടുണ്ട്, ഇന്റീരിയർ വർക്ക് നടക്കണേ ഉള്ളൂ. അപ്പം അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നീ കാണിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളുടെ ഗാർഡനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അത് കാണിച്ചു തരാം. ഇത് ഞങ്ങള് വേഗം അവിടെ പോയിട്ട് ഇരുട്ടാവണതിന്റെ മുന്നേ പോയിട്ട് പോരട്ടെ. അങ്ങനെ ഞങ്ങൾ വില്ലൻ്റെ അവിടെ നിന്ന് തിരിച്ച് പോകുമ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം പോണ വഴിയിൽ നമ്മൾ ചെടിയുടെ കടയൊക്കെ എന്തെങ്കിലും തുറന്ന് കാണുകയാണെങ്കിൽ കയറി നോക്കാമെന്നൊക്കെയുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ഒരു ഷോപ്പ് കണ്ടപ്പം ജസ്റ്റ് കയറി നോക്കി. ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ പുറത്തൊക്കെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ലൈറ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് അധികം നോക്കാനൊന്നും പറ്റില്ല. എന്നാലും ഉള്ളിൽ വല്ലതും കാണുകയാണെങ്കിൽ അങ്ങനെ എടുക്കുകയും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ചെടികളൊക്കെ പുറത്ത് ലൈറ്റ് ഇല്ലാത്ത ഭാഗത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെടികളൊന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല. ഹസ്കറിക്കും ഷെജിനും ഷെയ്സും കൂടെ വർക്കൗട്ട് ചെയ്യണ മാറ്റ് ഉണ്ടല്ലോ, അത് യോഗ മാറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം ഞാനിവിടെ കാറിൽ തന്നെ ഇരുന്നു. ചെടിയൊന്നും വാങ്ങിയിട്ടൊന്നും നടന്നില്ല. ഇനി പിന്നൊരിക്കലാവാം. രാത്രി ആയപ്പോൾ ചെടികളൊക്കെ നോക്കാനും ഒരു സുഖമില്ല, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോന്നു. അങ്ങനെ ഡെക്കാത്തലോണിൽ നമ്മൾ തിരിച്ചു പോന്നു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്. പിന്നെ പോണ വഴിയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറുതായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹെവി ആയിട്ടൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ജ്യൂസൊക്കെ കഴിക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പം പപ്സും ജ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത്. പിന്നെ അവിടെ കുനാഫ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കുനാഫയും കൂടെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതും എടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.